നമസ്കാരം. പെൻഡ ഡെയിലി മാർക്കറ്റ് സമ്മറി റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു 131 പോയിന്റിന്റെ ഗെയിൻ ആണ് ഉണ്ടായത്. നിഫ്റ്റിക്ക് 24,600 മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. 24,619 0.5% മുകളിൽ പ്ലസ് ആയിട്ട് ക്ലോസ് ചെയ്തു. സെൻസെക്സ് 80,539 304 പോയിന്റ് പ്ലസ് ആയിട്ട് 0.34% പ്ലസ് ആയിട്ട് ക്ലോസ് ചെയ്തു. നിഫ്റ്റി ബാങ്ക് 55,181 ആണ് ക്ലോസ് ചെയ്തത്. 137 പോയിന്റ് ഗെയിനിലാണ് ക്ലോസ് ചെയ്തത്. എല്ലാ സെക്ടേഴ്സും പോസിറ്റീവ് ആയിരുന്നു. പ്രധാനമായിട്ട് ഓട്ടോ, മെറ്റൽ, ഫാർമയൊക്കെ 1% മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും 1% മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. പ്രധാനമായിട്ടും ഇന്ത്യയിൽ ഇൻഫ്ലേഷൻ ഡേറ്റ വന്നത് 1.55 എന്ന രീതിയിലാണ്. ഇൻഫ്ലേഷൻ 8 ഇയറിലെ ലോയിലേക്കാണ് വന്നത്. ഒരുപക്ഷെ ഇനി വരുന്ന മീറ്റിങ്ങുകളിലൊക്കെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനുള്ള ഒരു കാരണമാകാം. ഇതിനു മുമ്പ് തന്നെ ഇന്ത്യ എക്കോണമിക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചില്ലെങ്കിലും മികച്ച പ്രകടനം നടത്താൻ കഴിയും എന്ന തരത്തിലാണ് റിസർവ് ബാങ്ക് ഗവർണറിന്റെ ഭാഗത്തു നിന്ന് വന്നത്. അതുപോലെ തന്നെ അമേരിക്കയിലും ഇന്നലെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഡേറ്റ വന്നു. 2.7 ആണ് വന്നത്. 2.8 ആയിരുന്നു മിക്കവരും പ്രതീക്ഷിച്ചിരുന്നത്. ഈ 2.7 നിലനിർത്തിയത് ഈ ട്രംപിന് കൂടുതൽ ഒരു ബാർഗൈനിങ് പവർ അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ കൂടുന്നില്ല എന്നുള്ള ഒരു കോൺഫിഡൻസ് നൽകുന്നുണ്ട്. പലപ്പോഴും ഈ താരിഫ് പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ അമേരിക്കയിലെ ഇൻഫ്ലേഷൻ കൂടുന്നു. പല പ്രോഡക്റ്റുകൾക്കും ഡെയിലി ഉപയോഗിക്കുന്ന പല വസ്തുക്കൾക്കും റേറ്റ് കൂടുന്നു എന്നുള്ള തരത്തിലുള്ള വിമർശനങ്ങളും ഒക്കെ വരുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഈ 2.7 വന്നത് അമേരിക്കൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഉണർവായി. അത് അടുത്ത ദിവസം ഏഷ്യൻ മാർക്കറ്റിലേക്ക് വന്നു. ഏഷ്യൻ മാർക്കറ്റിൽ ജപ്പാനിൽ നിന്ന് വന്ന മാനുഫാക്ചറിംഗ് സെന്റിമെന്റ്സ് ഡേറ്റ പോസിറ്റീവാണ്. അതുപോലെ ജപ്പാൻ ഇൻഫ്ലേഷൻ കുറയുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് വരുന്നത്. മിക്ക മാർക്കറ്റുകളും, ജപ്പാൻ മാർക്കറ്റ് ആകട്ടെ, ചൈനീസ് മാർക്കറ്റ് ആകട്ടെ, അമേരിക്കയിലെ നാസ്ഡാക്കും അതുപോലെ S&P 500 ഒക്കെ ഏതാണ്ട് ഹയർ ലെവലുകളിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇന്ത്യൻ മാർക്കറ്റ് മാത്രം ഏതാണ്ട് ഒരു 1000 പോയിന്റ് താഴെയാണ് ഇപ്പോഴും ട്രേഡിങ് നടക്കുന്നത് ഹയർ ലെവലിൽ നിന്ന്. ഇത് അതുപോലെ തന്നെ ഇനി ട്രംപിന്റെയും പുടിന്റെയും തമ്മിലുള്ള മീറ്റിംഗിന്റെ ഒരു 50-50 ചാൻസ് ആണ് അതിന് സക്സസ് പറയുന്നത്. ഏതെങ്കിലും തരത്തിൽ യുദ്ധം ഒഴിവായാൽ ഒരുപക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എണ്ണയുടെ മേലുള്ള ഉപരോധം മാറിക്കിട്ടാൻ കാരണമായേക്കും. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പോസിറ്റീവായിട്ട് വരുന്ന കാര്യമാണ്. മറ്റൊന്ന്, ഇന്ത്യയിലെ ഡയറക്ട് ടാക്സ് കുറയുന്നു എന്ന തരത്തിലുള്ള വാർത്തകളുണ്ട്. 3.95 ആയിട്ട് കുറയുന്നു. പല കാരണങ്ങളുണ്ട്. ഒരുപക്ഷെ കമ്പനികൾ പ്രതീക്ഷിച്ചത്ര നല്ല റിസൾട്ട് വരാത്തത് അവരുടെ അഡ്വാൻസ് ടാക്സ് അടയ്ക്കുന്നതിൽ ഒരു കുറവ് വരാൻ കാരണമുണ്ട്. മറ്റൊന്ന്, റീഫണ്ട് ആയിട്ട് കൂടുതൽ പണം പോകുന്നത് മറ്റൊരു കാരണമാകാം. പിന്നെ കൂടാതെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തതും ഇതേ കാലയളവിൽ കൂടുതൽ ഇൻകം ടാക്സ്, ഡയറക്ട് ടാക്സ് വരുമാനം കിട്ടുന്നതിന് ഉള്ള ഒരു പ്രധാനപ്പെട്ട കാരണമാകാം. ഇതൊക്കെയാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്ന് സംഭവിച്ച പ്രധാന വാർത്തകൾ. യൂറോപ്യൻ മാർക്കറ്റുകളെല്ലാം പോസിറ്റീവായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഏഷ്യൻ മാർക്കറ്റുകൾ മിക്കതും പോസിറ്റീവായിട്ടാണ്. അതുപോലെ തന്നെ അമേരിക്കൻ ഫ്യൂച്ചേഴ്സും ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് പോസിറ്റീവിലാണ്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. താങ്ക് യു.